ഹായ്, സീമ ജി നായരുടെ ഫോട്ടോ ചേർത്ത് പിടിച്ചുകൊണ്ട് ICUവിൽ വെച്ച് മോർഫ് ചെയ്തൊരു ചിത്രം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു രേഷ്മ. അപ്പൊ രേഷ്മയുടെ ആ ഒരു കള്ളത്തരത്തിനെ ഒന്ന് പറഞ്ഞ് വെക്കുക എന്നുള്ളതാണ്. കാരണം ഓൾറെഡി ഒത്തിരി കംപ്ലൈന്റ് പോയിട്ടുണ്ട്. മിക്കവാറും മെഡിക്കൽ ഓഫീസർ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഇതൊക്കെ തോന്നിവാസങ്ങളാണ്, പക്ക തോന്നിവാസങ്ങളാണ്. ഇതൊക്കെ നിർത്തലാക്കേണ്ടതാണ്. അപ്പൊ എന്താണ് ബിഹൈൻഡ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വെറുതെ ഇരുന്ന് ചുരണ്ടപ്പോൾ നമ്മൾ മാന്തുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്കറിയില്ല, ലോട്ട്സ് ഓഫ് പീപ്പിൾ, ഒത്തിരി പേർക്ക് ഇത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അവരൊക്കെ വോയിസുകൾ തന്നിട്ടുണ്ട്. സാധാരണ 1 by 1 ആയിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യും. പലരുടെയും വിചാരം ഷെഫീന ബീവിയുടെ മാത്രം സംസാരമാണിത്, അല്ലെങ്കിൽ എൻ്റെ മാത്രം അല്ല. ഒത്തിരി പേര്, നിങ്ങൾക്ക് എൻ്റെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ ഉറക്കം നഷ്ടപ്പെട്ടു. ഞാൻ ഒരു വൃത്തികെട്ട തന്നെ ഇരുന്ന് വെല്ലുവിളിച്ചതിൻ്റെ പേരിൽ ഞാൻ നമ്പർ ഇട്ട് കൊടുത്തതുകൊണ്ട് മാക്സിമം ഒത്തിരി കോൾ വരുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ കോള് ഞാൻ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ കോള് വിളിച്ചിട്ട് എന്നെ കിട്ടാത്തവർ ദയവ് ചെയ്തിട്ട് വാട്സപ്പ് അയയ്ക്കുക. വാട്സപ്പിലാണെങ്കിൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. ഞാൻ നോക്കിയിട്ട് ഞാൻ മറുപടിയും ചെയ്യാം. കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ അത്രയധികം പേര് കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ടും അവരുടെ വോയിസ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടും ആണ് ഞാൻ ഇത് വീണ്ടും ഈ വിഷയം എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, ഒരു ഫോട്ടോ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സീമ ജി നായരുമായിട്ടാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓഫ്കോഴ്സ് അവർക്ക് സമൂഹത്തിലുള്ള അക്സെപ്റ്റൻസ് അത് യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ പിന്നെ ജാക്കി അക്ബർ ഇവളെ വിളിച്ചത് സെപ്റ്റിക് ടാങ്ക് എന്നാണ്. ഇപ്പൊ ജാക്കി അക്ബർ പാട്ടുപാടിയൊക്കെ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്ത് എനിക്ക് പാട്ടുപാടി അയച്ചു തരുമെന്ന് അങ്ങോട്ട് കയറി ചോദിക്കുന്നു. ഒരു പേഷ്യന്റിനോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ വെച്ച് അവരൊക്കെ വളരെ മാനേഴ്സോട് കൂടി അത് തിരിച്ചയക്കുന്നു. അതിനെ മറ്റൊരു തലത്തിലേക്ക് അവർ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ആൻഡ് വെരി ബാഡ് തിങ് എന്തെന്ന് പറഞ്ഞാൽ, ഞങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പൊട്ടന്മാരി ഈ മന്ദബുദ്ധികളും പോയി ചാടി കൊടുക്കുന്നുണ്ടെന്നാണ്. ഇപ്പൊ സീമാജി നായരുടെ വിഷയം ഞാൻ എടുക്കാനുള്ള കാരണം, ഞാൻ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലേഡിയാണ്. മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലേഡി ഇങ്ങനെ ഒരു സാധനത്തിൻ്റെ ട്രാപ്പിൽ പോയി വീണോ എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ കൺഫ്യൂഷൻ. സോ അത് കറക്റ്റായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അവരെന്നെ വിളിക്കട്ടെ എന്നുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അവരെന്നെ വിളിച്ചിരുന്നു. അവർ ഒരുപാട് കാര്യം അവരുടെ ഭാഗം അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അവർ ചെയ്യുന്നത് സോഷ്യൽ സർവീസാണ്. അത് വളരെ ആത്മാർത്ഥമായി അവർ അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യുന്നതാണ്. ഇവൾക്ക് അസുഖം വന്ന കാര്യം മാത്രമേ അറിയുള്ളൂ. അതിന് മുമ്പും പിൻപും ഒന്നും നോക്കാനുള്ള സമയമോ സാവകാശമോ അവർക്കില്ല. അപ്പൊ അത് വ്യക്തമായിട്ട് സീമ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി അവരുടെ വോയിസ് എനിക്ക് തന്നിട്ടുമുണ്ട്. പക്ഷെ ഞാനത് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് അത് പ്രൈവസി മാനർ ആയതുകൊണ്ട് തന്നെ. നിർബന്ധിച്ചാൽ ഇടും, അവർ പറഞ്ഞാൽ ഞാൻ ഇടും. പക്ഷെ അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. അവർ മുഴുനീള പറഞ്ഞത് അവർക്ക് അബദ്ധം പറ്റിയതാണ്. ഇവർക്ക് വയ്യ എന്ന് കേട്ടത് കൊണ്ട് മാത്രം അവിടെ പോകണമെന്ന് ഒത്തിരി പേരുടെ റിക്വസ്റ്റിന്റെ പുറത്താണ് അവരെ പോയത്, കണ്ടത്. അവരെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചിട്ട് വന്നു. കാരണം ഈ അസുഖത്തിന്റെ വ്യാപ്തി, അതിന്റെ പ്രോബ്ലംസ് മനസ്സിലാക്കിയ ഒരാൾക്കും അത് ചെറിയ അസുഖമോ വലിയ അസുഖമോ എന്നൊരു ഇതൊന്നുമില്ല. ആ അസുഖം എന്നുള്ളത് മാത്രമാണ് കൺസേൺ. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അവർ ശരണ്യ അവരുടെ കൺമുന്നിൽ നഷ്ടപ്പെട്ടതിന്റെ ഓർമ്മകളിൽ ആരെ കണ്ടാലും അവരങ്ങനെ ചേർത്ത് പിടിക്കും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. പക്ഷെ അതിനെ മാർക്കറ്റ് വൽക്കരിക്കുന്ന അവരുടെ ആ ക്രൂക്കിഡ് മെന്റാലിറ്റിയെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ. അപ്പോൾ ഈ വിഷയത്തിലേക്ക് വരാം. സീമ പറഞ്ഞത് അവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. അവരെന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്നും അറിയത്തില്ല. ഇതെൻ്റെ അറിവോട് കൂടിയല്ല. ഞാൻ ICUവിൽ കയറത്തില്ല. ഇതിനെ ഇവരുടെ സന്തത സഹചാരി എന്ന് പറയുന്ന ഒരാൾ വോയിസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും എടുത്തു പറയുന്നുണ്ട്. ഇവനൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ അവിടെ പോയിട്ടില്ല, അതായത് ICUവിൽ അവർ പോയിട്ടില്ല. അവർക്ക് അതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളും അറിയാം. അവരൊരിക്കലും അതിനെതിരായിട്ട് നിൽക്കത്തില്ല, ചെയ്തിട്ടില്ല. അവരുടെ വീട്ടിൽ വന്ന് ചെയ്തു കൊടുത്തു. അപ്പൊ ഇവക്കൊരു ടീമിനെ തന്നെ അവൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ മോർഫ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ക്രൈം ലെവൽ എന്താണെന്ന് അവൾക്ക് ഉടനെ തന്നെ ബോധ്യപ്പെടും. തീർച്ചയായിട്ടും അവളൊരു പേഷ്യൻ്റ് ആണെന്നുള്ള കൺസിഡറേഷൻ വിട്ടിട്ട് ഇതിന് ഫൈൻ കൊടുക്കണം. നല്ലൊരു തുക ഫൈൻ വാങ്ങിക്കണം. അത് പാവപ്പെട്ട ഏതെങ്കിലും രോഗികൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് ഉപയോഗിക്കുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. ഇപ്പൊ സീമ അത് ഒരുപാട് വിഷമത്തോടു കൂടി പറഞ്ഞ, ഷെഫീന ഇത് കമ്പൽസറി ആയിട്ട് വീഡിയോ ചെയ്യണം, കാര്യങ്ങൾ സമൂഹത്തിൽ അറിയിക്കണം, നിങ്ങളുടെ വാക്കുകൾ ട്രസ്റ്റ് ചെയ്യുന്നവരാണ് അധികം, അപ്പൊ അതുകൊണ്ട് നിങ്ങളത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ സീമയുടെ റിക്വസ്റ്റും ഉണ്ട് എന്നുള്ളതാണ്. അവളെ കാണാൻ പോയി എന്നുള്ളത് വാസ്തവം. സഹായത്തിന് കുറച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അറിയാവുന്നവരടുത്തൊക്കെ അവർ റിക്വസ്റ്റും ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ഉപയോഗിക്കുന്നതിൽ അവർക്ക് തർക്കവുമില്ല. പക്ഷേ അത് ഇതുപോലൊരു സാധനം ചെയ്യുന്നതിനോടും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനോടും അവർക്ക് യോജിപ്പില്ല.
അവരങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അവരുടെ മറ്റു കാര്യങ്ങളെ അവർ അനുകൂലിച്ചിട്ടില്ല. അവരൊരു ഇതെഴുതി ഇട്ടത് പോലും അവർ ഈ രീതിയിൽ അവർക്ക് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്ന് ഇതൊന്നും അവരറിയാതെയാണ് എന്നുള്ളത് അവർ തുറന്നു പറയുന്നുണ്ട്. അവർക്ക് അതിനകത്ത് യാതൊരു ഇതുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയം ഇത്രയും ഹൈപ്പ് കൊടുത്ത് ഇതിനെ ഇങ്ങനെ വൾഗറാക്കി അവരുടെ കൂടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റ് ചെയ്തത് ഇവളാണ്. പക്ഷെ അതിനെ ഒരു പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ അതിനോട് അങ്ങനെ ചൂടാകാനോ അത് ചെയ്ത് തെറ്റെന്ന് പറയാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. പക്ഷെ അവരത് എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സംശയമുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ആ വോയിസ് പബ്ലിഷ് ചെയ്യാം, കുറച്ച് ഭാഗം മാത്രം. ബട്ട് എനിക്ക് തീർത്തും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിതിവിടെ വെക്കാത്തത്. സീമ എന്നോട് സംസാരിച്ചതിൻ്റെ തെളിവ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ പബ്ലിഷ് ചെയ്യരുത്. അവർ ഇപ്പോൾ ഡൽഹിയിൽ എങ്ങാണ്ട് എന്തോ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അവരിത് പബ്ലിഷ് ചെയ്യുന്നതിന് കംപ്ലൈൻ്റ് ഒന്നുമല്ല, പക്ഷേ എനിക്കത് താല്പര്യമില്ല. പക്ഷെ അവർ വളരെ വേദനയോടുകൂടി അവർ പറഞ്ഞൊരു കാര്യം, ഇതിൽ എന്നെ ഉപയോഗിക്കുകയാണ്, ആ ഉപയോഗം വേണ്ടായിരുന്നു. അവർക്ക് അറിയത്തില്ല. പിന്നെ എന്നെ നേരിട്ട് അവർ കാണാൻ വരുന്നുണ്ട്. ബിക്കോസ് അവർക്ക് എൻ്റെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് അവരും കൂടെ കാണണമല്ലോ. എൻ്റെ മെഡിക്കൽ കണ്ടീഷനെ ഏറ്റവും മ്ലേച്ഛമായി സംസാരിച്ച ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അവർ പോയി നിൽക്കുമ്പോൾ അവർ ചെയ്ത സോഷ്യൽ സർവീസ് എന്താണെന്ന് ഞാൻ ചോദിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു ഇതാണ്. എനിക്ക് ഈ പറയുന്ന ലേഡിയോട് പേഴ്സണൽ ഗ്രഡ്ജോ ഒന്നുമില്ല. എന്നെ പറ്റി പറഞ്ഞത്, എൻ്റെ മാതാപിതാക്കളെ പറ്റി പറഞ്ഞതും ഒക്കെ എൻ്റെ നാട്ടിൻ്റെ അഡ്രസ്സ് ഞാൻ തരുമ്പോൾ തന്നെ തീരുന്നതാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ കാണാം, ഒത്തിരി പേര് വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്, നിങ്ങൾ ഞാലിയാൻകുഴിയിലേക്ക് വരൂ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒത്തിരി പേര് അവരുടെ വോയിസ് തരാൻ തയ്യാറാണ്. മെഡിക്കൽ കോളേജിൽ തന്നെ ഈ ക്യാൻസർ വാർഡിൽ ഇരിക്കുന്ന ആൾക്കാർ, അതായത് അവിടെ വർക്ക് ചെയ്യുന്നവരും അവിടെ ഈ അസുഖബാധിതരായിട്ടുള്ളവരും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒത്തിരി പേര് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. വളരെ നന്ദി. ഞാൻ എല്ലാം സമാധാനപരമായിട്ടിരുന്ന് കേട്ടിട്ട് ഞാൻ മറുപടി ഇടുന്നതായിരിക്കും. കുറേ അധികം കോൾസ് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ തള്ളപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും മറുപടി ഉണ്ടാവും. പിന്നെ സ്വരത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ കേട്ട് മാനസികമായിട്ട് നല്ല ഒരു പ്രഷറിലാണ് ഞാനുള്ളത്. എന്നാലും സാരമില്ല, ചിലർക്ക് എന്നോട് അത് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സമാധാനം അത്രയെങ്കിലും എന്നെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കോൾ എനിക്ക് ഡിസ്റ്റർബൻസ് അല്ല. വിളിച്ചതിന് നന്ദി, വിളിക്കുന്നതിന് നന്ദി. അപ്പോൾ ഇതിൽ എന്നെ ഒരു ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടർക്ക് പറയാനുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഇവിടെ പ്ലേ ചെയ്യും, ബിക്കോസ് നിങ്ങളത് കേൾക്കണം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒത്തിരി പേര് കേസ് കൊടുത്തിട്ടുണ്ട്, ഒത്തിരി പേര് മെയിൽ അയച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ഇതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നുള്ളതുമായിട്ട് ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും സീമ ഇതിനകത്തില്ല എന്നുള്ളതാണ്. അപ്പം സീമയുടെ പേര് പരാമർശിക്കാതെ സീമയും കൂടെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഈ സ്ത്രീ മാത്രമാണ് ചെയ്തതെന്നുള്ള തിരുത്ത് അതിനകത്ത് വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. സീമ ഇതിനകത്തില്ല. അവർക്ക് അവരുടെ മനസ്സറിവോട് കൂടിയോ അറിഞ്ഞുകൊണ്ടോ അല്ല ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളൊക്കെ എവിടെ പോയാലും നമ്മളെയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാൻ, ഞാനിവിടുന്ന് ഫ്ലാറ്റിൽ നിന്ന് താഴെ പോകുമ്പോൾ തന്നെ ലിഫ്റ്റിൽ വെച്ച് പലരും ഫോട്ടോ ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കും. ആരെ എന്തെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെന്ന് പറയുമ്പോൾ നമ്മൾ ഫോട്ടോ കൊടുക്കും. അതിൻ്റെ അർത്ഥം നാളെ അവരുടെ കള്ളത്തരങ്ങൾ നമ്മൾ ഏറ്റെടുത്തു എന്നുള്ളതല്ല. അപ്പം ഇവർ കാണാൻ പോയത് മനുഷ്യത്വപരമായ ഒരു കാഴ്ചപ്പാടിലാണ്. അവരെ കൊണ്ട് പറ്റുന്ന സഹായം അവർ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ചെയ്ത ഒരു സ്ത്രീയെ ഇങ്ങനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് രേഷ്മയാണ്. കാരണം അവർ സിനിമയ്ക്ക് പോയതിൻ്റെ ഡീറ്റെയിലിങ്, ആടിപ്പാടി നടക്കുന്നതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഓരോരുത്തർ വന്ന് തരുന്നുണ്ട്. അത് തെറ്റാണോ എന്ന് വെച്ചാൽ തെറ്റാണ്. ഒരു പേഷ്യൻ്റാണ് അവർ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരു ഡോക്ടർ പറയുമ്പോഴേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഡോക്ടറെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു തരാം. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ മെഡിക്കൽ വശം ഞാൻ മെഡിക്കൽ ടേംസ് പറഞ്ഞുതരാം. ഇത്തരക്കാർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആകും. അതുകൊണ്ടാണ് ഇവർക്ക് പിന്നെ വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്യാത്തത്. വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഡോക്ടർ ചെയ്തു വെച്ചിരിക്കുന്ന മെഡിസിൻ ഫലിക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതാണ് ഡോക്ടേഴ്സ് ഇവരെ വിസിറ്റേഴ്സിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അത് പോകാതെ ഒരു പബ്ലിക് സ്പേസിലേക്ക് ഇവർ ഉദ്ഘാടനത്തിന് പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, തിന്നാൻ പോകുന്നു, ഇതൊന്നും ഇവർക്ക് പറ്റത്തില്ല. ഇവർക്ക് അത്യാവശ്യം വീഡിയോ കോൾ എടുക്കുക, അത്തരത്തിൽ കൂടെയൊക്കെ ഉള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഓക്കെ. അതിനപ്പുറം മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പകരുന്ന രോഗമല്ല, പക്ഷേ ഇവർക്കിത് ഡേഞ്ചർ ഉണ്ടാക്കും. കാരണം കീമോ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന പേഷ്യൻ്റ് അവരുടെ ബോഡി അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇവരുടെ ചേച്ചി ലീവ് എടുത്തിരിക്കുന്ന ഇവർക്കൊപ്പം സിനിമയ്ക്ക് പോകാനാണോ അല്ലയോ എന്നുള്ളത് നാട്ടുകാർ ചോദിക്കേണ്ട ചോദ്യമാണ്. എവിടെയും ചേച്ചിയും കൂടെ സിനിമാ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട്, കീമോയുടെ സുനായും ഇട്ടുകൊണ്ട്. നാട്ടിൽ ഇറങ്ങി നടന്ന് സിമ്പതി പിടിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു വേലയാണ്. ഈ പന്ന സാധനത്തിനെ കൊണ്ടൊരു സ്വസ്ഥതയില്ല എന്നുള്ളതാണ്. നമുക്കിത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വലിയ വേദനയും തന്നെയാണ്. അപ്പം നമുക്കൊരു ഡോക്ടറുടെ സ്പീച്ച് ഉണ്ട്, അതൊന്ന് കേൾക്കാം.
അപ്പോൾ സീമയെ പറ്റി തെറ്റിദ്ധാരണജനകമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് ഈ വീഡിയോ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. എൻ്റെ തെറ്റിദ്ധാരണയല്ല അത്, എൻ്റെ ശരിയായ ധാരണ തന്നെയായിരുന്നു. പക്ഷെ സീമയ്ക്ക് അതിനകത്ത് കൈയില്ല എന്നുള്ളത് മാത്രം ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നു. കാരണം ആ ഫോട്ടോ ആ സീമയുടെ തന്നെയാണ്, സീമയ്ക്കൊപ്പം നിന്നുകൊണ്ട് അവൾ എടുത്ത ഫോട്ടോ തന്നെയാണ്. അത് എഡിറ്റ് ചെയ്ത ആളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ICU പോലുള്ള ഒരു വാർഡ് അത്രയും സീക്രട്ടീവായി, അപ്പോൾ എൻ്റെ കുഞ്ഞിനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അമ്മയായ എന്നെ പോലും കയറ്റൂലായിരുന്നു അവർ. അത്രയും സ്ട്രിക്റ്റായ റെസ്ട്രിക്ഷൻ ഉള്ള ഒരു ഏരിയയിൽ നിന്ന് ആ ഫോട്ടോ ഫോർഫ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അവൾ വെല്ലുവിളിക്കുന്നത് ഈ പറയുന്ന ഒരു ഏരിയ ആരോഗ്യ വകുപ്പിനെയും അതേപോലെ തന്നെ നിയമവ്യവസ്ഥകളെയും ഇത്തരത്തിൽ ബാക്കിയുള്ള പേഷ്യൻസിൻ്റെ പേരൻസിനെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ഒക്കെ വിലക്കുന്ന ആ ടേമിനെ ഉൾപ്പെടെ കളിയാക്കിക്കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ സീരിയസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സീമയ്ക്ക് ഞാനത് എടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻഡ് സീമയോട് ഞാൻ പറഞ്ഞു, അവൾ പേഷ്യൻ്റ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ആ സ്ത്രീയെ വിളിച്ച് വിലക്കണം. ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് നിർബന്ധമായും കർശനമായും നിങ്ങളുടെ ഒരു വിലക്ക് നോട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരത് ചെയ്യുമെന്ന് പറഞ്ഞു. അവർ എന്തോ എമർജൻസി കാര്യത്തിൽ ഡൽഹിയിലാണ്. അത് പറഞ്ഞിട്ടുണ്ട്. അവർ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും എന്നെ കാണാൻ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങൾ ഞാൻ കൂടുതൽ അപ്ഡേഷൻ തരുന്നതായിരിക്കും. നമുക്ക് ആ ഡോക്ടറുടെ വാക്കുകൾ പോവാം. ഡോക്ടർ ഞാൻ കൊല്ലത്തുനിന്നാ വിളിക്കുന്നത്. ഞാനിപ്പോ വീഡിയോ കണ്ടിട്ട് വിളിച്ചതാ. എന്റെ ഹസ്ബൻഡിന്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റാ. അത് പുള്ളിക്കാരിക്ക് സ്റ്റേജ് 3 ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ബ്രസ്റ്റ് ക്യാൻസർ ആണ്. എനിക്ക് ഈ ലേഡിയുടെ വീഡിയോ കണ്ടിട്ട് എന്ത് പറയുന്നത് വെച്ചാൽ ഇവര് ഫുൾ ക്യാൻസർ പേഷ്യൻസിനെ അപമാനിക്കുന്ന പോലത്തെ വീഡിയോസ് ലേഡി ചെയ്യുന്നത്. സത്യം മാഡം, എനിക്ക് ഇവരോട് എനിക്ക് പേഴ്സണലി ഒരു ഗ്രഡ്ജും ഇല്ല. അവർ കാശുണ്ടാക്കാൻ എന്ത് കണ്ണെങ്കിലും കാണിച്ചോട്ടെ, അത് അവരുടെ ഞങ്ങളുടെ പൊതുവെ പ്രതികരിക്കുന്ന ഒരാളുമല്ല. പക്ഷെ ഇത് എന്ന് വെച്ചാൽ ഞാൻ എന്റെ അമ്മേനെയും എന്റെ അമ്മയ്ക്ക് എല്ലാ ആഴ്ചയും കീമോ ഉണ്ട്. അപ്പം അമ്മേനെയും കൊണ്ട് ഞാൻ അമ്മന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ അമ്മയാണേ. അമ്മേനെയും കൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയും RCCയിലാണ് ട്രീറ്റ്മെന്റ്. RCCയിൽ പോകുന്ന ഒരാളാണ്. രാവിലെ നമ്മളൊരു 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ 6:30 ആകുമ്പോഴത്തേക്ക് നമ്മളിവിടെ ക്യൂലിപ്പാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ചു എന്തോരം ക്യാൻസർ പേഷ്യൻസ് കേരളത്തിലുണ്ടെന്ന്. ഇത്ര ഒരു സി ക്ലിനിക് RCCയിൽ ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടി സി ക്ലിനിക്കിന് സെപ്പറേറ്റ് ഒരു ക്ലിനിക് ഉണ്ട്. അവിടെ നിന്നാണ് അതിനുശേഷം നമ്മൾ അതിന് പിക്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെയിനിക്കൂടി ഇട്ടിട്ട് ഹാർട്ടിലേക്ക് സുപ്പീരിയർ വീനക്കാവയിലേക്ക് ഡയറക്റ്റ് കൊടുക്കുള്ളൂ. എനിക്ക് ട്യൂബാണ് ഈ സാധനം. അമ്മയ്ക്ക് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ എല്ലാ ആഴ്ചയും ഫ്ലഷ് ചെയ്യണം. പിക്ലൈൻ ഇടുന്ന സമയത്ത് അവർ നമ്മളോട് പറയുന്നത് നമ്മുടെ തൊടാൻ പാടില്ലെന്നാ. അതിൽ തൊടാൻ പാടില്ല. അത്രയും ഇൻഫെക്ഷൻ വരും. കൈ വൃത്തി സാനിറ്റൈസ് ചെയ്ത് നമുക്ക് പിക്ലൈൻ ഇടുന്ന സമയത്ത് ഒരു കൂടെ ക്ലോറോഹെക്സിഡിനും ഇതുകൂടെയുള്ള സാനിറ്റൈസർ നമുക്ക് തരുവര്. അത് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ തൊടാൻ പാടുള്ളൂ ഓരോ പ്രാവശ്യം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്. ഓരോ പ്രാവശ്യം കീമോ അമ്മയ്ക്കൊരു 3 മെഡിസിൻസ് വെച്ചിട്ട് അമ്മയുടെ കീമോ ചെയ്യുന്നത്. പ്ലസ് അതിന്റെ കൂടി ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്ന്, പാൻഡോപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ ഈ ട്രിപ്പിൽ ഓരോ പ്രാവശ്യവും ഈ മെഡിസിൻസ് കൊടുക്കുന്ന സമയത്ത് സിസ്റ്റേഴ്സ്, അത് കീമോ വാർഡിൽ നിൽക്കുന്ന സിസ്റ്റേഴ്സ് അവരിട്ടേക്കുന്നതിന്റെ ഗ്ലൗസിന്റെ പുറത്തു കൂടി എക്സ്ട്രാ പുതിയ സർജിക്കൽ ഗ്ലൗസ് ഇടും. എന്നിട്ടാണ് ഈ സാധനം ഊരിയിട്ട് ഡ്രിപ്പ് കൊടുക്കുക. അത്രയും കെയർഫുള്ളി ഹാൻഡിൽ ചെയ്തൊരു സാധനം. അതാണ് ഈ ലേഡി ഇട്ടിട്ട് നമ്മുടെ മെഡിക്കൽ സയൻസിനെയും കൂടെ കളിയാക്കുന്ന രീതിയിൽ. ആസ് എ ഡോക്ടർ കൂടി ഞാൻ പറയുക, മെഡിക്കൽ സയൻസിനെയും കളിയാക്കുന്ന ഈ ലേഡി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് ചെയ്യുന്നത്. ഞാനേ മാഡത്തിന് സത്യം എനിക്കൊരു ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവർക്കെതിരെ ഇങ്ങനെ ചെയ്യുന്നില്ല. ഇത്ര ദിവസം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്നതല്ലേ, ക്യാൻസർ ആണ്, ഭയങ്കര വൃത്തികെട്ട സുഖമാണ്, നമ്മുടെ ജീവിതം നശിക്കുന്ന രോഗമാണ്. വന്നത് എനിക്ക് വിഷം. പക്ഷെ ഇപ്പൊ സത്യമാണ് ഡിസേർവിംഗ് ആണ് ഉള്ള കാര്യം പറഞ്ഞാൽ. അതെ അതെ, കണ്ടോണ്ടിരിക്കുന്നവരുടെ എന്റെ ടീം അതാണ്. ഞാൻ ഓരോ ഘട്ടം ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളെ അടക്കം നമ്മൾ ആശ്വസിച്ചിൽ കാണുന്നത്, ചെറിയ കുട്ടികളെ അടക്കം അവരെ അടക്കം ഇവരെ കളിയാക്കുമോ, അവരെ അടക്കം. ശരിയല്ല, മെന്റലി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അസുഖത്തെ പ്രതിരോധിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ അത് ഇങ്ങനെയാണോ ആൾക്കാരിലേക്ക് അവയർനെസ് കൊടുക്കേണ്ടത്? ഇങ്ങനെയാണോ? എനിക്ക് പിക്ലൈനിട്ട് ആട്ടി കളിക്കാൻ നാളെ അപ്പൊ വേറൊരാളും അങ്ങനെ ചെയ്താലോ? ഇപ്പൊ എന്റെ അമ്മേനൊക്കെ ഞങ്ങൾ പേടിപ്പിച്ചാൽ പിക്ലൈനെ തുടരുന്ന് പറഞ്ഞിട്ട് അത് തൊട്ടാൽ അങ്ങനെ പറ്റും. ഇപ്പൊ ഇവരുടെ വീഡിയോ കാണുന്ന ഒരാള് കുഴപ്പമില്ല, എന്റെ വീട്ടിൽ എന്റെ വെറുതെ പറഞ്ഞായിരിക്കും അങ്ങനെ തുടരുന്നവര് വെറുതെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി. ഒന്ന് ഓർത്ത് നോക്കി. ഇവരീ പറഞ്ഞു ഇവർക്ക് 1 or 2 കീമോ കഴിയും. ശരിക്കും എന്റെ അമ്മ ചെയ്യുന്ന സമയത്ത് 69 കിലോ ഉണ്ടായിരുന്നു എന്റെ അമ്മ. ഇപ്പൊ അമ്മ 56 കിലോ ആയി. അപ്പൊ അമ്മയ്ക്ക് ഒരു 7 കീമോ കഴിഞ്ഞിട്ടുണ്ട്. ഈ ലേഡിയുടെ കീമോതെറാപ്പി ചെറിയ കാര്യമാണെന്ന് വിചാരിച്ചിരിക്കുന്നേ. ഇതൊരു 2-3 കീമോ ഈ സ്ത്രീക്ക് എഴുന്നേക്കാൻ പറ്റാതെ വരും കട്ടിലും മരുന്ന്. അങ്ങനത്തെ സംഭവമാണ് ഈ കീമോ ചെയ്യുന്നത്.
അതുപോലെ ഇവര് പൈസ ഇറക്കുന്ന കാര്യം എന്റെ അമ്മേനെ വീട്ടിൽ ആശ്രയിച്ചെന്നാണ് അവിടെ നല്ല ചെയ്യുന്നത്, നമ്മൾ അവിടെ നിന്നാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ടെസ്റ്റുകൾക്കൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പേയ്മെന്റ് കൊടുക്കണം, അത് കൊടുത്തേ പറ്റുള്ളൂ. ബാക്കി പിക് ലൈൻ അടക്കം ഈ ഫ്രീ ആയിട്ടാണ് അമ്മയ്ക്ക് കിട്ടിയത്, കാരുണ്യ ഇൻഷുറൻസിന്റെ പേരിൽ അമ്മയ്ക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. അമ്മയ്ക്ക് നല്ല അവിടെ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കണമെങ്കിൽ. അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ ക്യാൻസർ വന്നവരായിരിക്കണം. അപ്പം അവർക്കൊന്നും കിട്ടത്തില്ല. ഒരു പ്രാവശ്യം എന്തോ ഫ്രീ കിട്ടത്തുള്ളൂ ട്രീറ്റ്മെന്റ്. എനിക്കതിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷെ എന്നാലും ഇൻഷുറൻസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടും. നമുക്ക് പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഈ സംഭവം ഒരു കാരുണ്യയുടെയോ പ്രധാനമന്ത്രിയുടെയോ എന്തെങ്കിലും സംഭവം ശരിയാക്കി തരും. മേഡം ഞാൻ ഈ വോയിസ് ഉപയോഗിച്ചോട്ടോ? പേര് സംഭവങ്ങളൊന്നും പറയത്തില്ല, പേര് പറയില്ല. എനിക്ക് പ്രശ്നമില്ല. എനിക്ക് കുറച്ച് കൂടുതൽ മെഡിക്കൽ ഡീറ്റെയിൽസ് പറയാമോ? അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാൻസർ ആണ് വന്നത്. ഒരു ബ്രസ്റ്റിൽ ഏകദേശം 4.5 സെന്റിമീറ്റർ ഗ്രോത്തുള്ള ലംബായിരുന്നു. അതായത് ഈ സ്ത്രീ 15 വർഷം കൊണ്ടുള്ള മുഴ ക്യാൻസർ ആയെന്ന് പറഞ്ഞത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, അത് അവർക്ക് ക്യാൻസർ വന്നതായിരിക്കും. പക്ഷെ ഈ 15 വർഷം ഒരാൾ ക്യാൻസർ കൊണ്ടൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അതാ ജീവിക്കാൻ പറ്റും, ട്രീറ്റ്മെന്റ് ഒക്കെ ഫോളോ അപ്പ് കറക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ. ഒരു ഒന്നും ചെയ്യാതെ 15 വർഷം ഒരാൾ ക്യാൻസറും കൊണ്ട് ജീവിച്ചു എന്ന് പറയുന്നതൊന്നും. എന്റെ അമ്മയ്ക്ക് ഒരു 3 months ആയിട്ടേ ഉള്ളൂ ഈ മുഴ 4 സെന്റിമീറ്റർ ആയ സമയത്ത്. 3 മാസം കൊണ്ട് ഇത്ര വളർന്നത് ഈ മുഴ. അത് നമ്മൾ കണ്ടിട്ട് 3 മാസം അമ്മ പുറത്ത് പറഞ്ഞില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഇഷ്യമുള്ള കാര്യം നമ്മൾ പുറമെ അറിഞ്ഞ് അപ്പൊ തന്നെ കൊണ്ടുപോയി നമ്മളൊരു ട്രീറ്റ്മെന്റ് ആശ്രയിച്ച് ചെന്നിട്ട് നമ്മള് ഒരു 20 ദിവസം, ഇത് ഒരു ഏപ്രിൽ 22 ഈ 2026 ഏപ്രിൽ 22 നമ്മൾ ആദ്യമായിട്ട് ആശ്രയിച്ച് പോകുന്നത് ട്രീറ്റ്മെന്റിന്റെ പേരിൽ. അതിനൊരു 2-3 വീക്സിനുള്ളിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അത് നമുക്ക് കൺഫേം ട്രിപ്പിൾ നെഗറ്റീവ് ആർസിസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പ്രൈവറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധനവും അവർ എടുക്കത്തില്ല, റിസൾട്ട്സുകളൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർക്ക് അവിടെ തന്നെ എല്ലാം ടെസ്റ്റ് ചെയ്യണം, കൺഫേം ചെയ്യണം അവർക്ക്. അപ്പൊ അതിനൊരു 3 വീക്സിന്റെ ഒരു ഗ്യാപ്പ് എടുത്തു. അത് പക്ഷേ അത് ഹോസ്പിറ്റലിന്റെ ഇഷ്യൂ അല്ല, അത്രയും തിരക്കാണ് അവിടെ. ഒരുപാട് പേഷ്യൻസ് വരുന്ന ഒരു സ്ഥലമല്ലേ. അതിപ്പം പൈസ ഉള്ളവരായാലും പൈസ ഇല്ലാത്തവരായാലും കുട്ടികളായാലും ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അതിന്റെ ഒരു സമയം എടുത്തു. അപ്പം ആ 3 വീക്സിൽ തന്നെ നമുക്ക് ട്രിപ്പിൾ നെഗറ്റീവ് ആണെന്ന് കൺഫേം ചെയ്തു. ട്രിപ്പിൾ നെഗറ്റീവ് വെച്ചാൽ കുറച്ച് അഗ്രസീവ് ടൈപ്പ് ഓഫ് ക്യാൻസറാ, പിന്നെ റിക്കറൻസിന് സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്യാൻസറാ. അപ്പം ഇപ്പൊ അമ്മയ്ക്ക് പറഞ്ഞേക്കെന്ന് വെച്ചാൽ 8 കീമോസാ പറഞ്ഞേക്കുന്നത്. 8 അതിൽ 4 എണ്ണം സൈക്കിളായിട്ട് 3 കീമോ ചേർന്ന ഒരു സൈക്കിള്, അങ്ങനെ ഒരു 12 എണ്ണം, പിന്നെ ഒരു 4 എണ്ണം വരെ, അങ്ങനെ മൊത്തം 16 ആഴ്ച അടുപ്പിച്ച് അമ്മയ്ക്ക് വേണ്ടി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. 2 സൈക്കിള് കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ സൈക്കിളില് 2 എണ്ണം ചെയ്തു. മൂന്നാമത്തേതായിരുന്നു ഈ മൺഡേ ആയിരുന്നു മൂന്നാമത്തെ ചെയ്യുന്നത്. പക്ഷെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് അമ്മയ്ക്ക് ആരോഗ്യമില്ല, ചെയ്യാൻ പറ്റില്ല. അമ്മ 56 കിലോ ഉണ്ട്, അമ്മയുടെ ബ്ലഡ് കൗണ്ട്സ് വളരെ കുറഞ്ഞു, അമ്മയ്ക്ക് ആരോഗ്യമില്ല, ചെയ്യാൻ പറ്റിയില്ല. അപ്പം അവിടുന്ന് തന്നെ 1 യൂണിറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വന്നു. ആ ഒരു സ്ഥാനത്താണ് ഈ ലേഡി കിടന്ന് ഇങ്ങനെ തുള്ളി കളിക്കുന്നത്. അതൊക്കെ കാണുമ്പോഴേ നമുക്ക് വിഷമം. കാരണം ഒരു 4-5 മണിക്കൂർ നമ്മൾ ട്രാൻസ്ഫ്യൂഷന് വേണ്ടി തന്നെ പുറകെ നടന്നു. രാവിലെ ഒരു 10 മണിക്ക് ട്രാൻസ്ഫ്യൂഷൻ ഡോക്ടർ എഴുതി തന്നിട്ട് അമ്മയ്ക്ക് ട്രാൻസ്ഫ്യൂഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏകദേശം 1 മണിയായി. അത് ചെയ്ത് കഴിഞ്ഞപ്പോ ഏകദേശം 4:30 കഴിഞ്ഞു സമയത്ത്. പിന്നെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ പുറത്ത് വിടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത്രയും നമ്മൾ ഇതിന്റെ പുറമേ കിടന്ന ഓരോരുത്തർ, അത് പേഷ്യൻസ് മാത്രമല്ല ബൈസ്റ്റാൻഡേഴ്സും അത്രയും ബുദ്ധിമുട്ടിണ്ട്. അപ്പൊ നമ്മൾ അസുഖത്തെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു സ്ട്രെങ്താണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കാണുന്നവരോടെല്ലാം നമ്മൾ പറയുന്നത് നിങ്ങൾ സേഫ് ആയിരിക്കുക, ഭക്ഷണം കഴിക്കുക, ഇൻഫെക്ഷൻസ് വരാതെ നോക്കുക എന്ന്. നമ്മളിപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണല്ലോ വിസിറ്റേഴ്സിന് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞത്. അതെ അതെ, വിസിറ്റേഴ്സിന് കേട്ടില്ല. ഇല്ല ഇപ്പൊ എന്റെ വീട്ടിൽ, ഇപ്പൊ അമ്മ എന്റെ വീട്ടിൽ, അതായത് ഞാനും ഹസ്ബൻഡും നിൽക്കുന്ന വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും ഹസ്ബൻഡും ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ പകൽ ആ വീട്ടിൽ ആരും ഇല്ല. റിലേറ്റീവ്സോ ആരെങ്കിലും കാണാൻ വരും, അമ്മ അടുത്ത് പോയി സംസാരിക്കുന്നത്. അമ്മേനെ നാത്തൂന് ഹസ്ബൻഡിന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നമ്മൾ ആരെയും അമ്മ കിടക്കുന്ന റൂമിലേക്ക് ആരെയും ആലോചിച്ചില്ല. ആരെങ്കിലും കാണാൻ വരുവാണെങ്കിൽ പുറത്തുനിന്ന് സംസാരിച്ചിട്ട് പോകാനാ പറയുന്നത്. അങ്ങോട്ടേക്ക് നിൽക്കണ്ട, അങ്ങോട്ടേക്ക് മാറി വർത്താനം പറഞ്ഞിട്ട് പൊക്കോ. നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണം കൊടുക്കാറില്ല, വിസിറ്റേഴ്സിനെ കയറ്റാറില്ല, മാസ്ക് ഇടാതെ പോവാറില്ല. ഈവൻ എനിക്ക് പനി വന്നിട്ട് പോലും ഞാൻ അമ്മേനെ കാണാൻ പോയിട്ടില്ല. നമ്മൾ അത്രയും കോൺഷ്യസ് ആയിട്ടാണ് നോക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ലൈഫാണ്. വേറെ എന്തിനേക്കാളും നമുക്ക് വലുത് അതാണ്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ കടം വാങ്ങും. അല്ലാതെ ഇങ്ങനെ കോപ്രായം കാണിക്കാവുന്നൊരു സംഭവം അതിന്റെ ആവശ്യത്തിന് അത്രയും പൈസ ഇല്ലാത്ത സർക്കാർ സഹായിക്കും, ഉറപ്പായും സഹായിക്കും. അല്ലെങ്കിൽ തന്നെ ആ ലേഡി അത്യാവശ്യം ഫേമസ് ആണ്, അവർക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. പുള്ളിക്ക് ഡേ ഇൻ ഹർ ലൈഫിൽ ജീവിച്ചുകൊണ്ടേ. എന്തിനാണ് ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ കാണിക്കുന്നത്?
എത്രയോ ആൾക്കാർ യൂട്യൂബിൽ ഫാമിലി വ്ളോഗേഴ്സ് അവര് ഒരു ദിവസത്തെ ലൈഫോ അല്ലെങ്കിൽ അവര് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സംഭവം അങ്ങനെ കാണിച്ച് എത്രയോ ആൾക്കാരുണ്ട്. എത്ര ആൾക്കാർ, പ്രത്യേകിച്ച് രേണുസുതി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആളാണ്. പുള്ളിക്കാരെ ഈ അവസ്ഥ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അപ്പൊ എല്ലാവരും വെറുതെ എങ്കിലും ഒന്ന് ആ വീഡിയോസ് കാണും. കാണത്തില്ലേ? ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, ഇറിറ്റേറ്റിംഗ്. മറ്റുള്ളവരെ അപമാനിക്കുന്ന പോലെ. അതെ, അതാണ് മറ്റുള്ളവരോട് ഒരു അഹങ്കാരത്തോട് നീയൊക്കെ ഒരു ചുക്കുമല്ല, നീയൊക്കെ എന്തുവാണോ പറഞ്ഞ എനിക്കൊരു പരിപാടി അതാണ് എനിക്ക്. അയ്യോ എനിക്കില്ല, എനിക്ക് നല്ല ദേഷ്യം ഭയങ്കര മോശമായ ഭാഷയിലൊക്കെ സംസാരിക്കാൻ തോന്നുന്നു. പക്ഷെ എന്നാലും ഭയങ്കര ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഐസിയുവിന്റെ ഉള്ളിലൊക്കെ ഒരു സെലിബ്രിറ്റിനെ കൊണ്ട് കയറി എന്നൊക്കെ പറയുന്നത് മോശം കാര്യമാണത്. നമ്മുടെ ആർസിസിന് ഒരൊറ്റ ഒരാളെ അവർ കൂടെ കയറ്റുക കീമോ ചെയ്യാൻ വേണ്ടിയിട്ട്. കീമോ പാസ് ഉള്ള ഒരാളെ അമ്മേന്റെ കൂടെ ഇട്ടാൻ ഒരാളെ കയറ്റുക. ഞാനാണ് കൂടെ പോയിരിക്കുന്നത്. ഇപ്പൊ അതുകൊണ്ടാണ് കൃത്യമായി ഞാൻ ഈ പിക്ലൈൻ ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ കാണുന്നതാണ് ഞാൻ ഈ സിസ്റ്റേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ വെച്ച് നമ്മളാണ് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. അതിലുള്ള കോട്ടൺ സാധനങ്ങളെല്ലാം അവർ തന്നുവിടും. നമ്മൾ ഒന്നും യൂസ് ചെയ്യാൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു സാധനം യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ആ സാധനമാണ് ഇവര് ഇനി അല്ലെങ്കിൽ ഇപ്പം ഒന്നെങ്കിൽ ഇവരുടെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ഇവർക്കൊന്നും അറിയത്തില്ല ഇതിനെ പറ്റി. ഇവർക്ക് ഇതിനെപ്പറ്റി യാതൊരു അവയർനെസ്സും ഇല്ല. പൊട്ടിയാണ് അവര്. അങ്ങനത്തെ ഒരു കാര്യം ഇവർക്ക് അറിയില്ല. ഇവർക്ക് ഇനി ക്യാൻസർ എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഭീകരത എന്താണെന്നോ അല്ലെങ്കിൽ ഈ കയ്യിൽ ഇട്ട് വെച്ചിരുന്ന പിക്ലൈൻ എന്താണെന്നോ അവർക്ക് അറിയത്തില്ല. അതാണ് പ്രശ്നം. ബാക്കിയൊക്കെ സഹിക്കും. ആ സാധനത്തിൽ ഇങ്ങനെ പിടിച്ച് ആറ്റാന്ന് പറയാം. ശരിക്കും നമ്മളെ ഓരോ വട്ടം ഇത് എല്ലാം മണ്ടേ അമ്മയ്ക്ക് കീമോ ഉണ്ട്. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഫ്ലഷ് ചെയ്യും, ക്ലീൻ ചെയ്യും, പിക്ക് ഡ്രസ് ചെയ്യണം. അതിനുവേണ്ടി ചെയ്യുന്ന സമയത്ത് അവര് ആ ഒരു ലങ് വരെ മെഷർ ചെയ്യും. നമ്മുടെ ഹാർട്ടിന്റെ ആ വീനൊക്കെ എത്ര ദൂരത്തിലാണ് ഈ സാധനം ഉള്ളതെന്ന്, എത്ര സെന്റിമീറ്റർ ആണ് ബാക്ക് ഫ്ലോ ഉണ്ടോ, അത് അത്രയും കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നൊരു സംഭവമാണത്. അതിന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇവര് ചെയ്യുന്ന കാര്യം. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. അല്ലെങ്കിൽ ഇപ്പൊ ഇവർക്ക് വല്ല സ്റ്റേജ് 1 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സിമ്പിൾ ആയിട്ട് ഈ സാധനം എടുത്ത് കളയുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ബ്രസ്റ്റ് ക്യാൻസർ 4A വരെ ക്യൂറബിൾ ആണെന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേജ് 1 ഒക്കെ ഭയങ്കര ബേസിക് ആയിട്ടൊരു സംഭവം. സുഖമായിട്ട് ക്യൂർ ആക്കി കൊടുക്കുന്നത്. അതായത് സർജറി ചെയ്ത സാധനം എടുത്തു കളഞ്ഞാൽ മാറുന്നതായിരിക്കും. അവർക്ക് മനസ്സിലായി അസുഖം സീരിയസ് അല്ല, അതങ്ങ് എടുത്തു കളഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞ് എന്ന് പണി കാണുന്നത്. അതായിരിക്കാം അത് സംശയം. പിന്നെ ഇവര് ഫസ്റ്റ് വീക്കില് കീമോ ചെയ്തവരെ മുടി കൊഴിഞ്ഞു എന്ന് പറയുന്നു. ആദ്യത്തെ ആഴ്ച ആരെയും മുടി കൊഴിഞ്ഞു പോകത്തില്ല. അത് ചുമ്മാ രണ്ടോ മൂന്നോ കീമോ കഴിയുമ്പോ എന്റെ അമ്മയ്ക്കൊക്കെ നല്ല മുടിയുള്ള ആളാണ്. അമ്മയുടെ സത്യം പറഞ്ഞാൽ അമ്മയുടെ കൺസെപ്റ്റ് മുടിയില്ലാത്തൊരു പെണ്ണുങ്ങളല്ലെന്നാണ് എന്റെ അമ്മ. എനിക്ക് ഒട്ടും മുടിയില്ല. അമ്മ എപ്പോഴും പറയും മുടിയില്ലാത്തൊരു പെണ്ണുങ്ങളുള്ളത്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ ആഴ്ച മുടി കൊഴിയത്തില്ല. 3 weeks ഒക്കെ മൂന്നാമത്തെ കീമോ. അമ്മയ്ക്ക് 3 വീക്കിലിയാണ് കീമോ. മൂന്നാമത്തെ ആഴ്ചയിൽ മുടി കൊഴിയും. അത് മുടി ഇങ്ങനെ അവര് പറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ ഒന്നിച്ചിളകി പോവാണ്ടാവാ. ഭയങ്കരമായി സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരിക്കും മുടി പറഞ്ഞു പോകുമ്പോ, തലയിൽ തൊടുമ്പോ. ഒരു ഡോക്ടറുടെ അഭിപ്രായ വിഷയത്തിൽ വന്നതിൽ വളരെ സന്തോഷം മാഡം. ഞാനിത് എന്തായാലും പബ്ലിക്കിലേക്ക് ഇടും. കാരണം ആളുകൾക്ക് മനസ്സിലാകട്ടെ. ഞാനിങ്ങനെ പൊതുവെ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ എന്നാലും പ്രതികരിക്കണമെന്ന് ഇത് ഒരാൾ മാത്രം പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഇത് ഒരുമാതിരി അങ്ങനെ നമ്മളിപ്പോ ഒരാളിപ്പോ മരിച്ചതിന് ശേഷം ആൾക്കാർ വിശുദ്ധരാകപ്പെട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അസുഖം വന്നിട്ട് അതിന്റെ ആവശ്യമില്ലല്ലോ. അതിന്റെ കാര്യമില്ല. നമ്മളിപ്പോ എന്ത് ചെയ്താലും ഇപ്പം അസുഖം വന്നാൽ അസുഖം അവരവരുടെ വിധിയാണ് അസുഖം വരാനുള്ളത്. നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്ന പോലെ ഇരിക്കും. അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന പോലെ ഇരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിപ്പം രേണുസുതിക്ക് അസുഖം വന്നുകൊണ്ട് രേണുസുതിയെ നമുക്കൊരു മാലാഖയാക്കി ചിത്രീകരിക്കാം എന്നൊന്നുമില്ല. അതിനാവശ്യമുണ്ടോ? ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ സീക്രട്ട് ഏജന്റ് ഒക്കെ ഭയങ്കര കാര്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. പുള്ളി പൈസ കൊടുത്തു, ശരി പൈസ കൊടുത്തു. അത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് പറയേണ്ട കാര്യമുണ്ടോ? പുള്ളിക്ക് അത് വേണമെങ്കിൽ ആ സ്ത്രീയോട് പറയായിരുന്നു, ഞാൻ ചെയ്തത് നിങ്ങൾ പുറത്ത് പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരി ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു തരുമ്പോ ഇനി ആരെങ്കിലും ഒക്കെ കൊണ്ടുതരും. അതാണ്, അത് മാത്രമാണ് അവരുടെ ഇന്റൻഷൻ. അതാണ് ഒരാൾ ചെയ്യുമ്പോൾ അത് മാത്രം. അതെ അവര് മാത്രം. അവരും ഇനിയിപ്പോ സായി കാശ് കൊണ്ട് തന്നു ഞാൻ പറയുമ്പോ അപ്പൊ വേറൊരാളാ എന്നാ ഞാനും എനിക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നും പറഞ്ഞു കൊണ്ടുതരും എന്നാണ്. ആ ഒരു കളി തന്നെയാണ് സായി ഉദ്ദേശിച്ചത്. ആ കളി ഇവിടെ എടുക്കത്തില്ല. അതല്ല അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ വിഷയത്തില് ഒരു ഡോക്ടറുടെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത്.
ഇപ്പൊ മനസ്സിലായില്ലേ അതിന്റെ സീരിയസ്നെസ് എന്താണെന്ന്? അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇനി തലകുത്തി മറിഞ്ഞാൽ ഞാൻ ഇതിൽ പിന്നോട്ട് പോകത്തില്ല. അടങ്ങാൻ പറ, അവിടെ അടങ്ങിയ ഇവിടെ അടങ്ങും, അല്ലെങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മിണ്ടാതിരുന്ന നമ്മളെ ചുരണ്ടി ഇളക്കിയതാണ്, മിണ്ടായിരുന്നേണേ, അവനുടെ ജോലി നോക്കി ചുമ്മാ ഇരുന്നതാണ്. അറിഞ്ഞിട്ടും പോട്ടെ അസുഖമല്ലേ എന്ന് പറഞ്ഞ് വിട്ടുവിടുമ്പോൾ കൊഞ്ചരുത്, മനസ്സിലായ? ചാനൽ തന്നിട്ടുണ്ട്, അതനുസരിച്ചിട്ട് മര്യാദയ്ക്ക് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നതിന് ഒരു തെറ്റുമില്ല. ബാക്കിയുള്ളവരെ കളിയാക്കിക്കൊണ്ടല്ലേ. സീമയെ പോലുള്ള ഒരാളെ ചതിക്കാൻ നിന്റെ അടുത്ത് ആര് പറഞ്ഞു? ആ സ്ത്രീ ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല. അവരന്തം വിടുകയാണ്. അവരന്തം വിട്ടതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ തരാം. ഞാനിത് വേണ്ട വേണ്ട പല പ്രാവശ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു, വേണ്ട വേണ്ട വേണ്ട, എന്തിനിത് എടുക്കുന്നതെന്ന്. നിങ്ങളെ സ്നേഹിക്കുന്നവര് പോലും തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ പെണ്ണുങ്ങളല്ലേ. ഇപ്പം സീമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന സീമ പറഞ്ഞ് ഞാൻ റെഡി വാ കിടക്കാമെന്ന് പറയുന്നില്ലല്ലോ. അവിടെ സീമയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ആ ക്യാരക്ടറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ സ്ത്രീയുടെ അടുത്ത് യാതൊരു പേഴ്സണൽ ഗ്രഡ്ജും ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരെന്റെ അമ്മയെ പറഞ്ഞതോ എന്നെ പറഞ്ഞോ എനിക്കതൊന്നും. ഇപ്പൊ വയ്യായ്മ വന്നപ്പോ ആ സ്ത്രീക്ക് വയ്യായ്മ ഉള്ളവരുടെ പെയിൻ എന്താന്ന് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസ്ഥ എനിക്കുണ്ട്. നമ്മൾ ഈ ബക്കറ്റൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കാന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കളിയാക്കും. മുള്ളി എന്നൊക്കെ പറഞ്ഞ ഇവര് കളിയാക്കും. അത് നമ്മുടെ ഒരു അവസ്ഥയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ മൂത്രമൊഴിക്കാൻ പോകാൻ പറ്റാത്തൊരു അവസ്ഥയുടെ തല ചുറ്റി താഴെ വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കാൻ പോലും അങ്ങനെ ഒരു കാര്യം പറയാത്ത ആളാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ ഒരിക്കലും അതെ എനിക്കറിയാം. ഞാൻ ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ എന്താ പറയുന്നത് രക്ഷാധികാരിയൊക്കെയാണ്. അപ്പം എല്ലാ വർഷവും അല്ല എല്ലാ ദിവസവും എന്നോണം ഇപ്പോഴും ഒരുപാട് പേരുടെ താങ്ങായിട്ട് നിൽക്കുന്ന ആൾ ഒരു രാജീവ് പള്ളുരുത്തിയുണ്ട്. ചിലപ്പോൾ അറിയുമായിരിക്കും ഷബീനിക്ക്. നമുക്ക് പുള്ളിയാണ് ഈ വീൽ ചെയറിന്റെ ഓൾ കേരള നമ്മൾ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. അപ്പം നമ്മളിതിന്റെ രക്ഷാധികാരിയാണ്. നമുക്കറിയാം വീൽ ചെയറിൽ ഇരിക്കുന്നവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നും അവരെല്ലാരും അപ്പൊ ഇതിനകത്ത് പോയി ആരുടെയെങ്കിലും ഇതെടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ നിന്ന് പറ്റുന്നിടത്തോളം ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റും. ഇതൊക്കറിയാം. അപ്പൊ അവര് ആയിട്ട് ഞാൻ സംസാരിച്ചോ ഇല്ലെന്നും കാണിക്കാൻ വേണ്ടി മാത്രം ഒരു വോയിസ് ഇട്ടെന്നേ ഉള്ളൂ. അതിന്റെ കൂടുതൽ ഡെപ്ത് ഒന്നും ഞാൻ പുറത്തേക്ക് വിടുന്നില്ല. പക്ഷെ അവര് വളരെ വിഷമത്തോടു കൂടി വേദനയോട് കൂടി പറഞ്ഞ ഒരു കാര്യം അവരെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. അത് ആ സ്ത്രീ തന്നെ വന്ന് പുറത്തു പറയണമെന്നുള്ള പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് പറയണം, അതൊരു ആർട്ടിക്കുലേറ്റ് ചെയ്ത പിക്ചറാണ്. അവർക്ക് പ്രോട്ടോകോൾ അറിയാം. അവർ ഒരു കാരണവശാലും അതൊന്നും ലംഘിക്കുന്ന സ്ത്രീയല്ല. ഇത്തരത്തിലുള്ള പേഷ്യൻസിന് വേണ്ടി ജീവൻ പണയം വെച്ചും അവരത്രത്തോളം അതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ കൂടെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിറക്കി മാർക്കറ്റ് വൽക്കരിച്ച് അതിൽ കൂടെ പൈസ ഉണ്ടാക്കുന്ന നിനക്ക് ഞാനൊന്നും പറയുന്നില്ല. മരണം പറ്റിയ വർത്തമാനം പറയിക്കരുത്, അത്രേ പറയാനുള്ളൂ. പാവപ്പെട്ടവരെയൊക്കെ പിടിച്ചപ്പോൾ അതേപോലെ കൊണേശ് കുമാരി ഒന്ന് ചാടി തന്നു. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്നാലും കൊണേശിനെ പോലും നീ പറ്റിച്ചു. നീ ലോകത്തുള്ളവരെ മുഴുക്ക പറ്റിക്കാൻ നടക്കുകയാണ്. ഈ പറ്റിപ്പൊന്നും ഇവിടെ എടുക്കത്തില്ല. അസുഖം ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും വലിയൊരു അസുഖം ഓവർകം ചെയ്തവളാണ് ഞാൻ. കിടന്നുപോയി ഞാൻ. മൂത്രമൊഴിക്കാനോ രണ്ടിന് പോകാനോ ഒന്ന് ആഹാരം ഒന്ന് ചോദിക്കാനോ നാക്കെടുക്കാൻ വയ്യാതെ കിടന്നു പോയെടുത്തെന്ന് എഴുന്നേറ്റിരിക്കുന്നവളാണ് ഞാൻ. അപ്പൊ ആ മെന്റൽ കപ്പാസിറ്റി എന്താണെന്നും അപ്പൊ അനുഭവിച്ച പെയിൻ എന്താണെന്നും ഒക്കെ നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ താഴെ വന്നിട്ട് അസുഖം വന്നവരെ വെറുതെ വിടില്ല. അസുഖം വന്ന് ഇരുന്നു പോയൊരു സ്ത്രീയെ പച്ചയ്ക്ക് അപമാനിച്ചതാണ്. ടൈപ്പർ വിധവയെന്ന് കളിയാക്കിയവളാണ്. അത് മറന്നു പോവണ്ട. ഒരു അല്പം പോലും ഈന വരക്കം ഉള്ളവളല്ല. അത് ബാക്കിയുള്ളവർ പോയി ചാടരുത്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പണം കൊടുക്കേണ്ട കുറെ പണം കൊടുക്കും, പിച്ച കൊടുക്കുന്നതാണ് കുറെ പണം കൊടുക്കും. പക്ഷെ അവളുടെ ഈ ട്രാപ്പിൽ പോയി ചാടി നിന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് ഇടുമ്പോൾ അവളത് മാർക്കറ്റ് ചെയ്യും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഭാഗം കഴിഞ്ഞു. സീമയ്ക്ക് എന്നിലൂടെ ഇതിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ സീമയോട് മാപ്പ് ചോദിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ അപേക്ഷിക്കുന്നു. അത്ര തന്നെ. ഈ ഒരു വിഷയത്തിൽ അവരില്ല, അവരെ ഇതിനകത്ത് വലിച്ചിട്ടതാണ്. ഞാൻ പറഞ്ഞാൽ കൂടി പോവും. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ആൻഡ് ദെൻ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ നിലനിർത്തുന്നത്. നമുക്കൊന്നും ഇങ്ങനെ പിച്ചയെടുക്കാൻ അറിയത്തില്ല. നമുക്ക് ആകെ അറിയുന്ന തൊഴിലാണ് നമ്മളിരുന്ന് ചെയ്യുന്നത്. ഇതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ നിലനിർത്തുന്നത്. നിങ്ങളിലേക്ക് ഞാൻ ഈ ഇൻഫർമേഷൻ കൊണ്ടുവരാൻ, ഇത് കളക്ട് ചെയ്യാൻ ഞാൻ എടുക്കുന്ന എഫർട്ടാണ് എനിക്ക് യൂട്യൂബ് തരുന്ന മണി, അല്ലാതെ ഒരു അന്യായ പൈസയൊന്നുമല്ല. അപ്പം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആണ് സത്യത്തിൽ എന്നെ നിലനിർത്തുന്നത്. തുണിയില്ലാത്ത പടം കാണാനായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട. അതല്ല ഇവിടെ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ. യൂട്യൂബ് സബ്സ്ക്രിപ്ഷനാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് ഊർജം കിട്ടും.
അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതുക. ആൻഡ് ദെൻ എന്നെ കോൾ ചെയ്യുന്നവർ, ഞാൻ കോൾ എടുക്കാതെ വരികയാണെങ്കിൽ നിങ്ങളത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് അറ്റൻഡ് ചെയ്യും. കോൾ എടുക്കാതെ വരുന്നത് ഒന്നുകിൽ ഞാൻ വാഷ്റൂമിലോ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരു അവസരം ഉള്ളപ്പോൾ മാത്രമായിരിക്കും കോൾ അറ്റൻഡ് ചെയ്യാത്തത്. ക്ഷമിക്കുക. നന്ദി.